സാർ ഈ പാലക്കാട് മെമ്പർ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയാണല്ലോ. പക്ഷേ SUCയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഒരു ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ സാർ. അതിൽ വളരെ വളരെ അബദ്ധജടിലും സാർ ആശമാരെ കുറിച്ചും ആശമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരു കാര്യം പോലും ഈ പ്രമേയ അവതാരകൻ അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തുടക്കം മുതലുള്ള വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് സാർ. ഇവിടെ അത് തുടക്കം മുതൽ ആശമാരെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് സാർ. അദ്ദേഹം പറഞ്ഞല്ലോ, UPS സർക്കാരിന്റെ കാലഘട്ടത്തിൽ, രണ്ടാം UPS സർക്കാരിന്റെ കാലഘട്ടത്തിൽ, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് ആ സ്കീം തുടങ്ങുന്നത് സാർ. അന്നത്തെ ഗൈഡ് ലൈനിലെ ഒരു സെന്റൻസ് ഞാനൊന്ന് വായിക്കാം സാർ. ആ ഗൈഡ് ലൈനിൽ പറയുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് മേ മോഡിഫൈ ദീസ് ഗൈഡ് ലൈൻസ് എക്സെപ്റ്റ് ദാറ്റ് no change may be done in the basic criteria of Asha being a woman volunteer. നിലപാട് എന്താണ് സാർ? എന്താണ് കോൺഗ്രസിന്റെ നിലപാട് സാർ? എന്താ കോൺഗ്രസിന്റെ നിലപാട്? എന്താണ് കോൺഗ്രസിന്റെ SUCയുടെ നിലപാടാണോ സാർ IUCക്കുള്ളത്? അതെങ്കിലും പരിശോധിച്ചിട്ട് വരണ്ടേ സാർ പ്രമേയ അവതാരകൻ സാർ? ഇതിൽ കാണേണ്ടത്, ഇനി ഞാൻ ഒരു കാര്യം കൂടെ വായിക്കാം സാർ. ഇതില് ഒരു വാർത്താക്കുറിപ്പാണ്. അത് UDFന്റെ കാലത്തെ അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്തൊരു വാർത്തയാണ് സാർ. ദിസ് ഇയേഴ്സ്, അതായത് ഡേറ്റ് കൂടി നോക്കണം, 2014 ഡിസംബർ മാസം 18-ാം തീയതി, 2014 ഡിസംബർ മാസം 18-ാം തീയതി അദ്ദേഹം, അന്നത്തെ ആരോഗ്യമന്ത്രി, മാധ്യമങ്ങളോട് സംസാരത്തിലെ ചില വാക്കുകളാണ്. ഡിസംബർ മാസമാണ് സാർ. ദിസ് ഇയേഴ്സ് ഇൻസെന്റീവ് ഫോർ ആശ വർക്കേഴ്സ് ആൻഡ് ദ 3-month ഓണറേറിയം ഡ്യൂറിംഗ് 13-14, അതായത് മുൻ സാമ്പത്തിക വർഷത്തെ ഓണറേറിയവും ഈ വർഷത്തെ ഇൻസെന്റീവും will be dispersed before Christmas. പറയുന്നത് എപ്പോഴാണ് സാർ? 2014 ഡിസംബറിൽ സാർ. ദ ഓണറേറിയം ഫോർ ദ ഇയർ 2014-15, അന്നത്തെ നടപ്പ് സാമ്പത്തിക വർഷം, will be made available before January 30 സാർ. Sir, he said that he will make an appeal to the central government in the next year's project report to increase the benefit of ASHA workers. Sir, ഇത് പദ്ധതി കേന്ദ്ര സ്കീം പ്രഖ്യാപിക്കുമ്പോൾ ആരായിരുന്നു കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് സാർ? UDF ആണ് സാർ. അതിനുശേഷം വീണ്ടും UDF അധികാരത്തിലെത്തിയല്ലോ 2011, 2014 വരെ. ആ കാലഘട്ടത്തിൽ വീണ്ടും കേന്ദ്രവും ഇവിടെയും ഒരേപോലെ കോൺഗ്രസ് ഭരിച്ചില്ലേ? ഈ വിമൻ വോളണ്ടിയേഴ്സ് എന്നുള്ളത് മാറ്റണം, സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളത് മാറ്റി അതിൽ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ അവരെ കൊണ്ടുവരണം എന്നൊരു നിലപാട് സംസ്ഥാന കോൺഗ്രസ് എടുത്തിരുന്നോ സാർ? അതിനു വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുത്തിരുന്നോ സാർ? അതിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട് സാർ. ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ 500 രൂപ 1000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചത്. 1000 രൂപ കൊടുത്തു തുടങ്ങിയത് 2014 ഇടതുപക്ഷ സർക്കാരാണ് സാർ. ആ കണക്ക് നോക്കിയാൽ 400 രൂപയാണ് 5 വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചത്. ആ കണക്ക് നോക്കിയാൽ ആ 1000 രൂപയിൽ നിന്ന് ഇപ്പോൾ ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന UDFന്റെ നിലപാടും UDFന്റെ അവര് സ്വീകരിച്ച സമീപനവുമാണെങ്കിൽ സാർ 1800 രൂപയായിരുന്നു ഇപ്പോൾ ഓണറേറിയം വേണ്ടിയിരുന്നത്. അതായത് 100 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സാർ ഇരുന്നത്. അങ്ങനെയല്ല ഇടതുപക്ഷ സർക്കാർ ചെയ്തത്. ഇടതുപക്ഷ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായി വാക്കു പാലിച്ചു പോകാൻ ഇടതുപക്ഷ സർക്കാരിന് അറിയാം സാർ. 1000 രൂപയിൽ നിന്ന് 1800 രൂപയാക്കുമല്ല ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്തത്. 1000 രൂപയിൽ നിന്ന് 7000 രൂപയായിട്ട് ഉയർത്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് സാർ. അതിൽ ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർക്കാരിന് നിലപാടുണ്ട് സാർ. അതിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സാർ ഉള്ളത്. അതിനിയും വർദ്ധിപ്പിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സാർ ഉള്ളത്. അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല സാർ. ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്, നമ്മൾ ഇവിടെ മന്ത്രി ചർച്ച നടത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെ ആദരിക്കുന്ന അനേകം ആളുകൾ പ്രതിപക്ഷ നിരയിലുണ്ട് സാർ. വളരെ ആദരവോടുകൂടി കാണുന്നത്, അത്തരം ബഹുമാനത്തോടെ കൂടി കാണുന്നത് സാർ. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, അവിടെ സമരം ചെയ്യുന്നവരുമായിട്ട് ചർച്ച നടത്തണം. ഞാൻ SMD സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറോട് പറഞ്ഞു ചർച്ച നടത്തണം. അദ്ദേഹം 14-ാം തീയതി SPM സ്റ്റേറ്റ് പ്രോജക്ട് മാനേജർ ചർച്ച നടത്തി സാർ. അവർ പറഞ്ഞു ഇല്ല, ഞങ്ങൾക്ക് മന്ത്രിയെ കാണണം. ശരി, മന്ത്രിയെ അതിനെന്താ, വന്നോളൂ എന്ന് ഞാൻ പറഞ്ഞു. 15-ാം തീയതി രാവിലെ 10 മണിക്ക് സാർ എൻ്റെ ഓഫീസിൽ അവരെത്തി. 10 മണി മുതൽ 11:40 വരെ സാർ ഞാൻ അവരുമായിട്ട് ചർച്ച നടത്തി. വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചു സാർ. ഈ 2 കാര്യങ്ങളിലും बड़ी बहू, ये तुम्हारी ना। इतनी भी क्या जल्दी थी? अरे और छोटी, ഞാൻ പഠിച്ചെടുത്ത് കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ട് സാർ. ഇതിൽ സിക്കിമിന്റെ ഗവൺമെന്റ് ഉത്തരവുണ്ട് സാർ. ഞങ്ങൾ ഈ വാർത്ത ഇങ്ങനെ പല മാധ്യമങ്ങളും കൊടുക്കുന്നത് കണ്ടിട്ട്
അതുപോലെ ഒരു ഉത്തരത്തിനകത്തും 10,000 രൂപയായിട്ട് ഡിക്ലെയർ ചെയ്തു എന്ന് കണ്ടിരുന്നു സാർ. അതനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ ദിവസം അയച്ചു തന്ന ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട് സാർ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 6,000 രൂപയാണ് എന്നുള്ളതാണ്. അവർ പറയുന്നത് വിശ്വസിക്കേ നമുക്ക് മാർഗമുള്ളൂ സാർ. സാർ ഇതിൽ സാർ സാർ ഇതില് സാർ ഇതില് സാർ സാർ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം സാർ, സഭയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പാടില്ല സാർ. ഞാൻ ആദ്യത്തെ എൻ്റെ മറുപടിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 7,000 രൂപയല്ല, അത് ഓണറേറിയം മാത്രമാണ്. ഇൻസെൻറ്റീവ്സ്, ഫിക്സഡ് ഇൻസെൻറ്റീവ് 3,000 രൂപയുണ്ട്. അതുകൂടാതെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ഇൻസെൻറ്റീവ് ഉണ്ട് സാർ. അങ്ങനെ ജനുവരി മാസത്തിലെ കണക്കെടുത്താൽ 89.98% ആശമാർക്കും 10,000-നും 13,000-നും ഇടയ്ക്ക് വേതനം ലഭിക്കുന്നവരാണ് സാർ കേരളത്തിൽ. ഏറ്റവും ഉയർന്ന വേതനം കേരളത്തിൽ തന്നെയാണ് സാർ ലഭിക്കുന്നത്. അതിൽ 7,000 രൂപ എന്നുള്ളത് സഭയെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് സാർ. കേരളം നമ്പർ 1 ആയതുകൊണ്ട് തന്നെയാണ് സാർ കേരളം നമ്പർ 1 ആണ് എന്നുള്ളത് പറഞ്ഞത്.